സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയും പ്രഭാവതിയും മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നീട് ദേവികയെ ഉപദേശിക്കാനായിട്ട് രജനി എത്തുന്നുണ്ട്. എന്തായാലും നിങ്ങൾ തമ്മിൽ മത്സരിക്കാൻ തീരുമാനിച്ചു, അപ്പൊ പിന്നെ നീയും അമ്മയും ഒരിടത്തിൽ നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല. എന്നോട് ശത്രുതയൊന്നും തോന്നരുത്. നീ ഇവിടെ നിന്ന് മാറി നിൽക്കണം ദേവിക. അമ്മ മതി ചന്ദ്രവത്ത് എന്ന് പറയുമ്പോൾ അത് ചേച്ചി മാത്രം തീരുമാനിച്ചാൽ മതിയോന്ന് രജനി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന രജനി പറയുന്നുണ്ട്, നിന്നോട് ശത്രുതയുള്ളതോട് പറയുന്നതല്ല, നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ 2 സ്ഥാനാർത്ഥികൾ എന്നതിലപ്പുറം അമ്മായിയമ്മയും മരുമോളുമാണ്. ഞങ്ങൾ എന്തായാലും ഈ വീട്ടിൽ തന്നെയല്ലേ ഒരുമിച്ച് കഴിയേണ്ടത്. അതുകൊണ്ട് ചേച്ചി എന്നെ ഇവിടെ നിന്നും ഇറക്കി വിടാനൊന്നും നോക്കേണ്ട, അതൊരിക്കലും സാധിക്കില്ല. പിന്നെ ചേച്ചിക്ക് ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചേച്ചി ഇവിടെ നിന്നും പോയിക്കോന്ന് പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് പ്രഭയും അങ്ങോട്ട് വരുന്നുണ്ട്. എന്തായാലും രജനിക്കും പ്രഭാവതിക്കും അത് കേൾക്കുമ്പോൾ തന്നെ ചെകിടത്തടിച്ചതുപോലെ ആവുന്നുണ്ട്. പിന്നീട് ദേവിക ഒന്നുകൂടി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എൻ്റെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ നിന്നും ഇറക്കി വിട്ടാലും അവർക്ക് ഇറങ്ങിപ്പോയെന്ന് പറയാനുള്ള അവകാശം പോലുമില്ല. കാരണം എൻ്റെ നന്ദു ജീവിക്കുന്ന വീടാണിത്. അവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാനും ഉണ്ടാകും. എൻ്റെ നന്ദുവിൻ്റെയും ഇവിടുത്തെ അച്ഛൻ്റെയും ആഗ്രഹം ഞാൻ ചന്ദ്രത്തിൽ നിന്ന് തന്നെ മത്സരിച്ച് വിജയിക്കണമെന്നാണ്. അതുകൊണ്ട് ചേച്ചിക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചേച്ചി ഗിരീഷേട്ടൻ്റെ വീട്ടിലേക്ക് പോയിക്കോ എന്നിങ്ങനെ ദേവിക പറയുകയാണ്. എന്തായാലും അത് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോകുന്നുണ്ട്. പ്രഭയും രജനിയും തമ്മിൽ സംസാരിക്കുകയാണ്. അമ്മ കേട്ടില്ലേ അവളുടെ അഹങ്കാരം? അവളിപ്പോൾ തികച്ചും രാഷ്ട്രീയക്കാരിയെ പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മളുടെയൊന്നും വാക്കിന് ഒരു വിലയില്ലെന്ന് പറയുമ്പോൾ അവള് എത്ര എത്ര ദിവസം ഇങ്ങനെ സംസാരിക്കും? കുറച്ചുകൂടി കഴിയട്ടെ, അവൾക്ക് മനസ്സിലാവും ഈ പ്രഭ ആരാണെന്ന്. അപ്പോൾ എല്ലാം എൻ്റെ വഴിക്ക് വന്നോളും. കാരണം അവൾ തോൽവി ഏറ്റുവാങ്ങാനായിട്ട് നടക്കുന്നവളാണെന്നൊക്കെ പ്രഭ പറയുന്നുണ്ട്. പിന്നെ ഇലക്ഷന്റെ എല്ലാ കാര്യങ്ങളും തകൃതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രചരണത്തിനായിട്ടൊക്കെ തന്നെ തുടക്കം കുറിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സിദ്ധാർത്ഥനും പാർട്ടിക്കാരും ദേവികയെ അനുമോദിക്കാനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് രജനിക്കും ഗിരീഷിനും പ്രഭയും ഒക്കെ തന്നെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പ്രഭാവതിക്കും രജനിക്കും അതൊന്നും കണ്ട് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ചന്ദ്രവത്ത് വീട്ടിൽ 2 പാർട്ടികളും മാറി മാറി കയറി ഇറങ്ങുന്നു. അങ്ങനെ മത്സരത്തിനായിട്ട് നിൽക്കുന്ന ദേവികയ്ക്ക് ഒരുപാട് വിജയാശംസകൾ, അല്ലെങ്കിൽ ജയിച്ചു വരട്ടെ എന്നൊക്കെ പാർട്ടി പറയുമ്പോൾ ദേവികയാണെങ്കിൽ ആദ്യം വീഴുന്നത് സിദ്ധുവിന്റെ കാലിലേക്കാണ്. എന്നിട്ട് അനുഗ്രഹം വാങ്ങുന്നു. ഇത് കാണുമ്പോൾ പ്രഭാവതിയാണെങ്കിൽ അസൂയോട് കൂടിയിട്ട് നോക്കുകയാണ്. കാരണം തന്നോടൊപ്പം നിൽക്കേണ്ടയാളാണ് സിദ്ധാർത്ഥൻ, തന്റെ ഭർത്താവ്. ആ ഭർത്താവാണല്ലോ മരുമകൾക്കൊപ്പം നിൽക്കുന്നത്. അങ്ങനെ പ്രചരണ ജാഥയൊക്കെ തന്നെ ആരംഭിക്കുന്നുണ്ട്. ദേവികയ്ക്ക് പുറകെ ഒരുപാട് ആളുകളാണ്, അതായത് ജനക്കൂട്ടങ്ങളാണുള്ളത്. ഈ കാഴ്ച കണ്ടുകൊണ്ട് രജനി ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, അമ്മയ്ക്കും ഇതുപോലെ പ്രചരണമൊക്കെ ആവശ്യമായിട്ട് വരില്ലേ? അമ്മയുടെ പുറകെ ജനങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പ്രഭയാണെങ്കിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഒരിടത്തേക്കായിട്ട് പോവുകയാണ്. ഈ സമയം പത്രപ്രവർത്തകരൊക്കെ തന്നെ പ്രഭയെ വളയുന്നുണ്ട്. അല്ല മേഡം, മേഡത്തിന്റെ മരുമകളാണല്ലോ ദേവിക, ദേവികയ്ക്ക് പുറകിൽ ഒരുപാട് ജനക്കൂട്ടങ്ങളുണ്ട്, മേഡത്തിന് ആരും തന്നെ ഇല്ലേന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാനൊരു സാധാരണക്കാരിയാണ്, എനിക്കങ്ങനെ ജനങ്ങളെ വിലയ്ക്ക് വാങ്ങാനൊന്നും അറിയില്ല, എന്നോടൊപ്പം കൂടാൻ താല്പര്യമുള്ളവർ കൂടും, എന്തായാലും ഞാൻ തന്നെ വിജയിച്ചിരിക്കുമെന്ന് പ്രഭാവതിയാണെങ്കിൽ അഹങ്കാരത്തോടു കൂടിയിട്ട് പറയുകയാണ്. അങ്ങനെ ത്യാഗരാജനും അരുന്ധതിയും കാണുന്നുണ്ട്. പ്രഭാവതി രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് മത്സരത്തിൽ ഇറങ്ങിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അവൾ ഇറങ്ങട്ടെ, തനിക്കറിയുമോ ഇത് 2 പാർട്ടികൾ തമ്മിലുള്ള മത്സരമല്ല, ഞാനും പ്രഭാവതിയും തമ്മിലുള്ള മത്സരമാണ്, അതിൽ എനിക്ക് തന്നെ ആയിരിക്കണം വിജയം, അവൾ തോൽക്കണം, എന്നെയും എൻ്റെ മകനെയും ജീവിതത്തിൽ തോൽപ്പിച്ചവളാണ്, ഒരിക്കലും സന്തോഷം എന്തെന്ന് അവൾ ഇനി അറിയരുത്, തോറ്റു തുന്നമ്പടി നിൽക്കുന്ന പ്രഭാവതിയായിരിക്കണം എനിക്കിനി കാണേണ്ടത്, അവരെന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് മേഡം ഇറങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് പോലും അവർ ഇതുവരെയും പുറത്തുപെട്ടിട്ടില്ല. ഇത് കേൾക്കുന്ന അരുന്ധതിയാണെങ്കിൽ ഒന്ന് ഷോക്കാവുന്നുണ്ട്. കാരണം തൻ്റെ മകൻ ഋഷിയാണ് പ്രഭാവതിയുടെ തിരോധാനത്തിന് പിന്നിലെന്നുള്ള കാര്യം പറയാനായിട്ട് കഴിയില്ലല്ലോ. അങ്ങനെ അരുന്ധതി പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും ആഴത്തിൽ ചിന്തിക്കാനോ ചകയാനോ നിൽക്കണ്ട, എന്തായാലും നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദേവിക ജയിക്കണം, അവൾക്ക് വേണ്ടിയിട്ട് എന്ത് പിന്തുണയും നമ്മൾ കൊടുക്കണം, അതുകൊണ്ട് പ്രഭാവതി ജയിക്കരുത്, പ്രചരണങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ നടക്കണം എന്നൊക്കെ ത്യാഗരാജനോട് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു വിധത്തിൽ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രചരണവും മറ്റും നടന്നാൽ ദേവികയുടെ ജയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ, ആ പ്രഭാവതി തോൽക്കണം, അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. എന്തായാലും പ്രഭയാണെങ്കിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്, ഋഷിയുടെ ഭീഷണി പോലും പകവയ്ക്കാതെ. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.